സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ദേവികയ്ക്കാണെങ്കിൽ ഇസബല നന്ദനോട് പെരുമാറുന്നതും അവനെ തലോടുന്നതും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ദേവിക ശക്തമായി തന്നെ അതിനെ എതിർക്കുന്നു. പരിശുദ്ധമായിട്ടുള്ള സൗഹൃദത്തിനെ സംശയിച്ചെന്ന് ഇസബല്ല പറയുമ്പോൾ പരിശുദ്ധമായിട്ടുള്ള ദാമ്പത്യത്തിന്റെ ഇടയിൽ കയറി വരരുതെന്ന് ദേവിക തിരിച്ചടിക്കുകയാണ്. നീ ഇപ്പൊ എന്റെ ക്യാരക്ടറാണ് ഇല്ലാതാക്കിയത്, അതുകൊണ്ട് അതിനുള്ള മറുപടി ഞാൻ തന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇസബല്ല വെല്ലുവിളിക്കുന്നുണ്ട്. ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ദേവികയും തിരിച്ചു പറയുന്നു. പിന്നീട് തിരിച്ചു പോകുന്നതിന് മുമ്പായി തന്നെ ഇസബല്ലയാണെങ്കിൽ പ്രഭാവതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദേവികയാണ് നന്ദനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഋഷിയുടെ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതൊക്കെ തന്നെ ദേവികയാണെന്നും നന്ദൻ ഇങ്ങനെ പോയാൽ ഉറപ്പായിട്ടും അകത്താകുമെന്നൊക്കെ പ്രഭാവതിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ദേവികയെ സൂക്ഷിക്കണം, അവൾക്ക് ഇപ്പൊ MLA ആയതിനു ശേഷം നന്ദന്റെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല, ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് അവന്റെ ഒരു കാര്യങ്ങളും അവൾ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയെ എരിപിരി കയറ്റിവിടുകയാണ്. പിന്നീട് കെവിനുമായിട്ട് ഋഷിയാണെങ്കിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നന്ദനെയും കുടുംബത്തെയും തകർക്കണം, അതാണ് എന്റെ ലക്ഷ്യം. എന്തായാലും അവൻ നന്നായി പേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ കെവിൻ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അവിടേക്ക് ഇസബല്ല വരുന്നുണ്ട്. നമ്മുടെ പ്ലാനിങ് ഒക്കെ തന്നെ വർക്കൗട്ടായി. ദേവിക അവളെ സൂക്ഷിക്കണം, അവൾ കുറച്ച് ബുദ്ധിമതിയാണ്, കാര്യങ്ങൾ മുൻകൂട്ടി അവൾ കാണുന്നുണ്ട്. എന്നെ ശക്തമായി തന്നെ എതിർത്തു എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും കാര്യമില്ല. ഋഷി മറിഞ്ഞു നിൽക്കുന്നത് വരെ നമ്മൾ സേഫാണ്, നന്ദനെ ഭീഷണിപ്പെടുത്താം, അവനെ നിന്റെ ആഗ്രഹപ്രകാരം നിന്റെ വഴിക്ക് കൊണ്ടുവരാം എന്നൊക്കെ ഇസബല്ലയോട് കെവിൻ പറയുന്നു. പിന്നീട് ഇവരുടെ ഒരു പാർട്ടിയിൽ പങ്കുചേരാനായിട്ട് DYSP അവിടേക്ക് എത്തുന്നുണ്ട്. അതായത് ഇസബല്ലയുടെ പാപ്പനോ ആരും തന്നെയല്ല ഇയാള്. ഇയാൾക്കും എന്തൊക്കെയോ ഒരു ഉദ്ദേശമുണ്ടെന്നുള്ള കാര്യം വ്യക്തം. എന്തായാലും RK നായരുടെ പ്ലാന്റ് വരുന്നതിന് വേണ്ടി തന്നെയാണ് ഇവരെല്ലാവരും ഒന്നിച്ചിരിക്കുന്നതിന്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമാണ് ഋഷിയുടെ മരണം. അത് പൊട്ടനായിട്ടുള്ള നന്ദനാണെങ്കിൽ മനസ്സിലാക്കുന്നുമില്ല. പിന്നീട് നന്ദനാവട്ടെ രാവിലെ ആ കുടിച്ച കെട്ടൊക്കെ വിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം ചുറ്റും നിരീക്ഷിക്കുകയാണ്. താൻ എവിടെയെന്ന് നന്ദൻ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ട് തന്റെ ബെഡ്റൂമിൽ തന്നെയാണെന്ന്. അങ്ങനെ ഇസബല്ലയെ വിളിക്കുകയാണ്. ഇസബല്ല, ഇന്നലെ രാത്രി എന്തൊക്കെ സംഭവിച്ച്? ഞാൻ ആ ഋഷിയെ കണ്ടിരുന്നു, അവന്റെ പ്രേതത്തെ കണ്ടിരുന്നു, അവൻ എന്നെ പിന്തുടരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിനക്ക് കുടിച്ചിട്ട് തോന്നുന്നതായിരിക്കും. നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ഫ്രഷായി ഞങ്ങളുടെ ഒപ്പം വരാൻ നോക്ക്, നീ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ടെന്നൊക്കെ പറയുന്നു. നന്ദനാണെങ്കിൽ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞ് ഒരു പൂച്ചക്കുട്ടിയെ പോലെ എല്ലാം അനുസരിക്കുന്നുണ്ട്. എന്തായാലും നന്ദൻ കുളിക്കാനായിട്ട് ബാത്റൂമിനകത്തേക്ക് കയറി ഫ്രഷായി ഒന്ന് തിരിച്ചു വരുമ്പോഴേക്കും ദേവികയാണെങ്കിൽ അവിടേക്ക് ചായയുമായിട്ട് വരികയാണ്. നന്ദു, നീ ഇതിപ്പോ എവിടേക്ക് പോകുന്നത്? എനിക്ക് പെട്ടെന്ന് പോകണം, ഫ്രണ്ട്സ് വിളിച്ചിരുന്നു. നന്ദു, നീ എവിടേക്കും പോകണ്ട, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യങ്ങൾ? അതൊക്കെ പിന്നീടാവാം, ആദ്യം ഈ മീറ്റിംഗ് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, കെവിനാണ് വിളിച്ചതെന്നൊക്കെ പറയുമ്പോൾ കെവിന്റെ കൂട്ടുകെട്ട് ഒന്ന് നിർത്താമോ? മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേക്ക്, നീ ഇന്ന് എവിടേക്കും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവികയാണെങ്കിൽ ദേഷ്യപ്പെടുന്നു. ഈ സമയം നന്ദനാണെങ്കിൽ ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും ദേവിക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദൻ പോകുന്നത് മറ്റൊരു വലിയ ചതിക്കുഴിയിലേക്കാണെന്ന്. പിന്നീട് മുരളിയോടും ഗൗരിയോടുമായിട്ട് ഭാർഗവി പറയുന്നുണ്ട്, ചന്ദ്രവത്ത് വീട്ടിൽ വീണ്ടും യുദ്ധങ്ങൾ ആരംഭിച്ചു തുടങ്ങി, അവിടെ എന്തൊക്കെയോ സമാധാനക്കേട് സംഭവിക്കുന്നുണ്ട്. മുരളി, നിനക്ക് എന്തെങ്കിലുമൊക്കെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ MLA ആ പ്ലാനിൽ ഒപ്പിട്ട് കൊടുത്തത് തന്നെയാണ് അമ്മ പ്രശ്നം എന്നൊക്കെ മുരളി തുറന്നു പറയുന്നു. അതിനിപ്പോ എങ്ങനെ പരിഹരിക്കാനാണ്? ദേവിക മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു ഭാർഗവി ആണെങ്കിൽ ആകെ വിഷമിക്കുന്നു. അങ്ങനെ ഋഷിയാണെങ്കിൽ DYSPയോടും ഇസബല്ലയോടും കെവിനോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളായിട്ടാണ് നന്ദനെ കെണിയിൽ വീഴ്ത്തിയിരിക്കുന്നത്, പക്ഷേ എനിക്ക് അതിനേക്കാൾ വലിയ ലക്ഷ്യമാണുള്ളത് എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ എല്ലാ കാര്യങ്ങളും DYSPയോട് തുറന്ന് പറയുകയാണ്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.